നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തെ പറ്റിയാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിന് തൊട്ട് താഴെയായിട്ട് മൂത്രനാളിക്ക് ചുറ്റുമായിട്ടാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നൊരു ഫ്ലൂയിഡ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്ലൂയിഡ് സ്പേമിന് വേണ്ട നറിഷ്മെൻറ്റും അതേപോലെ ലൂബ്രിക്കേഷനൊക്കെ കൊടുക്കുകയും ഇൻഫെക്ഷനിൽ നിന്ന് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെമൻ്റെ 90% ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകും. അതേപോലെ പ്രോസ്റ്റേറ്റിൻ്റെ അമിതമായിട്ടുള്ള വലിപ്പം, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്നൊരു കണ്ടീഷനുണ്ട്. അതേപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ ലക്ഷണങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഇത് ഓരോ രോഗം ഏതാണെന്ന് കണ്ടെത്തി വ്യക്തമായ ചികിത്സ ചെയ്യുകയാണ് പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങളിൽ വേണ്ടത്. ഇനി നമുക്ക് ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് കാരണമാകുന്നു. അതേപോലെ തന്നെ ഒരു 40 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അമിതമായിട്ടുള്ള വീക്കം കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒരു 10% ആൾക്കാരിൽ മാത്രമായിട്ടാണ് ഈ വീക്കം ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഇത് ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്നൊരു കണ്ടീഷനാണ്. അപ്പം ഇത് മൂത്രനാളി ഞെരിക്കുകയും കൂടുതൽ മൂത്രം പോകുന്നതിന് തടസ്സമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് രോഗി കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് OPDയിലേക്ക് ചികിത്സയ്ക്ക് വരുന്നത്. അതേപോലെ വേറെ കണ്ടീഷനാണ് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ. അത് സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്. അത് അസ്ഥികളെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. പ്രധാനമായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് കാരണമായിട്ട് പറയുന്നത് കൊഴുപ്പ് കൂടിയ അല്ലെങ്കിൽ അമിതമായ കൊഴുപ്പ് കൂടിയ ഭക്ഷണക്രമങ്ങൾ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ആൽക്കഹോളിൻ്റെ ഉപയോഗം, സ്മോക്കിംഗ് ഒരു പ്രധാന കാരണമായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ യാത്രകൾ, ഒരുപാട് യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന സമയത്ത് മൂത്രം പിടിച്ചു വെച്ചുകൊണ്ടുള്ള ദീർഘദൂര യാത്രകൾ, മൂത്രം ഒഴിക്കാതെ ദീർഘദൂര യാത്ര ചെയ്യുന്നതൊക്കെ ഈ വീക്കത്തെ ട്രിഗർ ചെയ്യുന്ന കാരണങ്ങളായിട്ട് പറയുന്നു. അതേപോലെ തന്നെ ഹോർമോൺസ് ഒരു പ്രധാന ഘടകമാണ്. ശരീരത്തിൽ ഈ ഹോർമോൺസിൻ്റെ ഒരു റോള് കൊണ്ട് തന്നെ ഈ പ്രോസ്റ്റേറ്റ് സെൽസ് ട്രിഗർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ അമിത വലിപ്പത്തിന് കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈ ഗ്രന്ഥി വീക്കം പ്രധാനമായിട്ട് 3 സ്റ്റേജായിട്ടാണുള്ളത്. ഒന്ന് മൈൽഡ് സ്റ്റേജ് ഉണ്ട്, മോഡറേറ്റ് സ്റ്റേജ് ഉണ്ട്, സീവിയർ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ചികിത്സയുടെ ലക്ഷ്യം എന്നുള്ളത്, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് സർജറി പരമാവധി ഒഴിവാക്കി, എന്നാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, മൂത്രമാർഗത്തിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ പരമാവധി കുറച്ച് രോഗിയെ ഒരു സ്വാഭാവിക ജീവിത ശൈലിയിലൂടെ സ്വാഭാവിക ജീവിത രീതി കൊണ്ടുപോകാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് പ്രധാനമായിട്ട് യൂറിൻ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ആദ്യം കണ്ടുവരുന്നത്. ചിലപ്പോൾ രോഗിക്ക് മൂത്രം ഒഴിക്കാൻ തോന്നലുണ്ടാവുകയും എന്നാൽ മൂത്രം പൂർണ്ണമായിട്ടും പോകാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അതേപോലെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് യൂറിനേഷൻ ഒരു പ്രധാന ഘടകമാണ്. ഫ്രീക്വൻസി, രാവിലെ ഒരുപാട് തവണ മൂത്രം പോകാവുന്ന അവസ്ഥ ഉണ്ടാകും. അതേപോലെ തന്നെ രാത്രിയിലും നൊക്ട്യൂറിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ തവണ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവുകയും എന്നാൽ ബ്ലാഡർ പൂർണ്ണമായിട്ട് എംപ്റ്റി ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. യൂറിൻ ബ്ലാഡർ വീണ്ടും കെട്ടി നിൽക്കുന്നുണ്ട്. ചില സമയം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും യൂറിൻ ഡ്രിബിൾ ചെയ്യുന്ന തുള്ളിയായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് രോഗിയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് മൈൽഡ് സ്റ്റേജ് ഉണ്ട്, മോഡറേറ്റ് സ്റ്റേജ് ഉണ്ട്, അതേപോലെ സീവിയർ സ്റ്റേജിലാകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും മൂത്രതടസ്സം ഉണ്ടാവുകയാണെങ്കിൽ അത് കിഡ്നി ഫെയിലിയർ വരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ സർജറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ആയുർവേദ ചികിത്സയിലേക്ക് വരാം. ആയുർവേദ ചികിത്സയിൽ പ്രധാനമായിട്ട് 2 ആസ്പെക്ട്സ് ആണുള്ളത്. പ്രിവെൻറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ പരമാവധി കുറച്ച് രോഗിയെ സ്വാഭാവിക ജീവിതശൈലി കൊണ്ടുപോകാൻ വേണ്ടി സർജറി പരമാവധി ഒഴിവാക്കി സ്വാഭാവിക ജീവിതശൈലി നയിക്കാൻ വേണ്ടി പ്രാപ്തനാക്കുക എന്നുള്ള ചികിത്സയാണ് ആയുർവേദത്തിലുള്ളത്. അപ്പോൾ അതിൽ മൂത്രാഘാതം എന്നൊരു ചികിത്സാ വിഭാഗത്തിലാണ് ഈ ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് 2 ഫോക്കസാണുള്ളത്. ഒന്ന്, ഈ അവയവത്തിൻ്റെ അമിത വലിപ്പം കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഈ ഗ്രന്ഥിയുടെ അമിത വലിപ്പം കുറച്ച് ഗ്രന്ഥി ചുരുങ്ങാൻ വേണ്ടിയുള്ള മരുന്നുകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂത്ര തടസ്സം മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്.
അതേപോലെ ചില പഞ്ചകർമ്മ ചികിത്സകളും പറയുന്നുണ്ട്. മൂത്രതടസ്സം മാറ്റാൻ വേണ്ടിയുള്ള അവഗാഹം പോലുള്ള ചികിത്സാ രീതികൾ, ലേപപ്രയോഗങ്ങളും ഒക്കെ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചില പ്രത്യേക മരുന്നുകൾ വെച്ചിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് ഒരു പ്രധാന ഘടകമാണ്. നേരത്തെ പറഞ്ഞു ഹോർമോൺസ് ഇത്തരം ഗ്രന്ഥിയുടെ അമിത വലിപ്പത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹോർമോൺ കറക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും പഞ്ചകർമ്മ ചികിത്സകളാണ്. ശോധന ചികിത്സകളിൽ പറയുന്ന വിരചനം പോലുള്ള ചികിത്സകളൊക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സകൾ ചെയ്യുമ്പോൾ ഹോർമോൺ കറക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതിന് പ്രധാനം. അപ്പോൾ ഇതിൻ്റെ കറക്ഷൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ വലിപ്പം കൂടി വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഒരു 35 വയസ്സിന് ശേഷമുള്ള പഞ്ചകർമ്മ ചികിത്സകൾ, എസ്പെഷ്യലി കർക്കിടക പഞ്ചകർമ്മ ചികിത്സകൾ പോലുള്ള ചികിത്സാ രീതികൾ നമ്മൾ വർഷാവർഷം ആയുർവേദത്തിൽ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ശരീരശുദ്ധിക്കുള്ള ക്രിയാക്രമങ്ങളാണ്. ഇതൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ചികിത്സാ രീതികളാണ്. അപ്പോൾ അത്തരം ചികിത്സാ രീതികളൊക്കെ പിന്തുടർന്നാൽ തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പോലുള്ള അവസ്ഥകളിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് ഇത് വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. വൺസ് ഇത് ഗ്രന്ഥി വീക്കമായി കഴിഞ്ഞ് മൂത്രതടസ്സമായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മൈൽഡ് മോഡറേറ്റ് സ്റ്റേജിൽ നമുക്ക് പരമാവധി ഗ്രന്ഥി അമിതമായ വീക്കത്തെ ചുരുങ്ങി വരാനുള്ള മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ മൂത്രതടസ്സം മാറാനുള്ള അല്ലെങ്കിൽ രോഗിക്ക് സ്വാഭാവിക ജീവിതശൈലിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറി ദൈനംദിന ജീവിതശൈലിയിൽ ബുദ്ധിമുട്ടുണ്ടാവാതെ സർജറി പരമാവധി ഒഴിവാക്കി കൊണ്ടുപോകാനുള്ള മരുന്നുകളും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തെ പറ്റി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നന്ദി, നമസ്കാരം.